അൻവർ തകർത്തിട്ട പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവും അടങ്ങും. പോരാളി ഷാജി വരെ പിണറായിയെ തള്ളി പറഞ്ഞിരിക്കുന്നു. മാഷ അള്ള ഇനോവ എന്ന് പോസ്റ്റിട്ട് കെ രമയുടെ വക മറ്റൊരു പരിഹാസവും. ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല എന്നിട്ടല്ലേ കേരളമെന്ന് സൈബർ അണികൾ പാർട്ടിയോട് ചോദിക്കുന്നു. നേതാക്കളല്ല പാർട്ടി, അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയാണെന്നും മസിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ലെന്നുമാണ് പോരാളി ഷാജിയുടെ മറ്റൊരു പരിഹാസം. ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിനെ നേരിട്ട് ഇറങ്ങുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് വി മുരളീധരൻ നടത്തിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുകളിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കാനാണെന്ന് വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതുതന്നെയാണ് സത്യവും. റിയാസിന് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ഇതിലൂടെ തെളിയുന്നത്. അതുതന്നെയാണ് അൻവർ പറയാതെ പറഞ്ഞതും. സ്വർണ്ണക്കടത്തുകൾക്കും കസ്റ്റഡി മരണങ്ങൾക്കും നേതൃത്വം നൽകുന്നയാളെക്കുറിച്ച് ഇടത് സർക്കാരിൻ്റെ MLA തന്നെ ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലെന്ന് വി മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി ഇത് വിശദീകരിച്ചേ പറ്റൂ. കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കുള്ളയാളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയും ഓഫീസും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിരന്തരം ഉൾപ്പെടുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ നൽകാനില്ലാത്തതിനാലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത്. പ്രതിപക്ഷമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിൽ അത് രാഷ്ട്രീയമാണെന്ന് പറയാം. എന്നാൽ ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണെന്നും വി മുരളീധരൻ ആക്ഷേപിച്ചു. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിൽ 95% പേർക്കും വേണ്ടാത്തൊരാളായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭ തുടരുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും എന്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു. ഈ മന്ത്രിസഭ പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നാണ് BJPയുടെ ശക്തമായ നിലപാട്. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുത്തി CPM സൈബർ സംഘമായ പോരാളി ഷാജി രംഗത്തെത്തിയതോടെ സകല പിടിയും അഴിഞ്ഞുപോയി. നേതാക്കളല്ല പാർട്ടി, അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലായിരിക്കുമെന്നാണ് സൈബർ അണികൾ പാർട്ടിക്കെതിരെ തുറന്നടിച്ചത്. തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ചു നിന്നതുകൊണ്ട് കാര്യമില്ലെന്നും പോരാളി ഷാജിയുടെ പോസ്റ്റിൽ പറയുന്നു. മാഷ അള്ള ഇനോവ എന്നാണ് CPMനെ പിന്നെയും കുത്തി വടകര MLA കെ രമയുടെ പോസ്റ്റ്. TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കൊലയാളി സംഘമെത്തിയ ഇനോവയിൽ മാഷ അള്ള എന്ന് രേഖപ്പെടുത്തിയിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രമയുടെ ഇപ്പോഴത്തെ പ്രതികരണം. CPM നടത്തിയ ആ ക്രൂര കൊലപാതകം വഴിതിരിക്കാനായിരുന്നു ആ പരാമർശമെന്ന് പല കൂറി രമ തന്നെ തുറന്നടിച്ചിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി എന്ന് രമ ചോദിക്കുന്നു. PV അൻവർ വന്നു നിൽക്കുന്നതും CPM ചെന്ന് നിൽക്കുന്നതും എല്ലാം ഒരേ ഇടത്ത്. അവിടെയാണ് ഈ മാഷ അള്ള എന്ന പ്രയോഗത്തിൻ്റെ പ്രസക്തിയെന്നും TP രമ എടുത്തു പറയുന്നു.